ഇറാനിൽ 11ാം ദിവസവും ശക്തമായ ആക്രമണം നടത്തിയ അമേരിക്ക ഹോർമുസ് സുരക്ഷിതമാക്കുകയാണ് സൈനിക നടപടിയിലൂടെയുള്ള ലക്ഷ്യമെന്ന് സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇറാന്റെ സൈനിക സംവിധാനങ്ങൾക്ക് നേരെയാണ് ഇന്നും അമേരിക്ക ആക്രമണം നടത്തിയത്. കൂടാതെ ഇറാനിലെ തുറമുഖങ്ങൾക്കെതിരായ ഉപരോധവും ശക്തമായി തന്നെ നടപ്പിലാക്കുകയാണെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചിട്ടുണ്ട്. സമ്പുഷ്ടീകരിച്ച യുറേനിയം സൂക്ഷിച്ച ഇറാൻ കേന്ദ്രങ്ങളെ വൈകാതെ ആക്രമിക്കുമെന്നും ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. You're talking about the centrifuges. Yeah, it doesn't mean anything unless they have the material. They don't have. We follow the material. That's where the action is, and we'll be hitting that area probably pretty soon. And there's not a thing they can do about it. Normally I wouldn't say that. If I thought they could do something about it, I would never say that. But we'll be hitting that area pretty soon, and very heavily. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൺ ജോസ് ചേരുകയാണ്. ഐസൺ, അതായത് സൈനിക നടപടി അമേരിക്ക കടുപ്പിക്കുന്നു, ഹോർമുസ് സുരക്ഷിതമാക്കുക എന്ന് തന്നെയാണ് ലക്ഷ്യമെന്ന് ട്രംപ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ യുറേനിയം സൂക്ഷിച്ച ഇറാൻ കേന്ദ്രങ്ങളെ കൂടി ആക്രമിക്കുമെന്ന മുന്നറിയിപ്പ് കൂടി ട്രംപ് നൽകുന്നുണ്ടല്ലോ. അപ്പോൾ ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ? അതായത് സമാധാനം ഒരുപാട് അകലെ എന്നുള്ളത് തന്നെയാണല്ലേ? രാഖി ആതിര, ഏറ്റവും ഗൗരവമേറിയൊരു വിഷയം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള 11ാം ദിവസവും ആക്രമണം തുടരുകയും ആ ആക്രമണം തുടരുന്നൊരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഈ ആക്രമണം ആരംഭിച്ചതിന് തൊട്ട് മുൻപാണ് ട്രംപ് ഈ വിശദീകരണം നൽകിയത്. മണിക്കൂറുകൾക്ക് മുമ്പാണ്, 1-2 മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ വിശദീകരണം നൽകുകയും ചെയ്തത്. അതായത് ആണവ സംവിധാനങ്ങൾ സമ്പുഷ്ടീകരിച്ച യുറേനിയം 450 കിലോഗ്രാമോളം ഇറാൻ്റെ കൈവശമുണ്ടെന്ന് നേരത്തെ തന്നെ സൂചനകളിൽ കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. അന്താരാഷ്ട്ര ആറ്റോമിക് എനർജി ഏജൻസിയെ ഈ മേഖലകൾ പരിശോധിക്കുന്നത് തടയുമെന്ന നിലപാട് ഇറാൻ സ്വീകരിച്ചിരുന്നു. പിന്നീട് സമാധാന ധാരണ വ്യവസ്ഥകളെല്ലാം തള്ളിക്കളയുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പിക്കാക്സ് മൗണ്ടൻസിലെ ഈ വലിയ തോതിൽ സൂക്ഷിച്ചിരിക്കുന്ന ഈ ആണവ വികിരണമുള്ള, അല്ലെങ്കിൽ ഈ യുറേനിയം സമ്പുഷ്ടീകരിച്ച യുറേനിയവും അതിൻ്റെ സെൻട്രിഫ്യൂജുകളും എല്ലാം തന്നെ ആക്രമിക്കുമെന്നൊരു സൂചന കൃത്യമായി നേരത്തെ തന്നെ ട്രംപ് നൽകിയത്. അധികം വൈകാതെ ആ നടപടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഈ 450 കിലോഗ്രാമോളം സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയിൽ എത്തിച്ച് നശിപ്പിക്കുമെന്നാണ് നേരത്തെ ട്രംപ് പറഞ്ഞത്. അതേ നീക്കത്തിന് ഇറാൻ്റെ പിന്തുണ നൽകുമെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ, ഇറാൻ്റെ അനുമതി അല്ലെങ്കിൽ ഇറാൻ്റെ ഒരു സപ്പോർട്ട് അതിനുണ്ട് എന്നൊരു നിലപാടായിരുന്നുവെങ്കിൽ, ഇന്ന് ഇറാൻ അതിന് തയ്യാറല്ല എന്നറിയിക്കുമ്പോൾ അത് അവിടെ നിന്ന് മാറ്റുന്നതിനുള്ള നടപടികൾ വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന കർശന നിലപാട് ഈ 11ാം ദിവസത്തെ ആക്രമണത്തിന് തൊട്ടു മുമ്പ് തന്നെ ട്രംപ് അറിയിച്ചിരിക്കുന്നു എന്നത് ഏറ്റവും ഗൗരവമേറിയൊരു വിഷയമാണ്. മറ്റൊരു നിർണായക ഘടകം എന്ന് പറയുന്നത് 11ാം ദിവസം ഇത്തരത്തിൽ ആക്രമണം ഹോർമൂസെ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി നടത്തുന്നു എന്നാണ് അറിയാനും സാധിക്കുന്നത്. 8 കപ്പലുകളോളം ഹോർമൂസിൽ തടഞ്ഞു, അല്ലെങ്കിൽ ഹോർമൂസിലൂടെ ഇറാൻ പോർട്ടുകളിലേക്ക് പോകുന്ന 8 കപ്പലുകളോളം തടഞ്ഞു. ഉപരോധം ശക്തമായി തുടരുകയാണ്. ഒരു കപ്പലിനെ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ 9 കപ്പലുകൾ തടഞ്ഞിട്ടുണ്ട്, സാങ്കേതികമായി ഇറാൻ പോർട്ടുകളിലേക്ക് എത്തുന്നതിനെ തടഞ്ഞിട്ടുണ്ട് എന്നാണ് അമേരിക്ക വിശദീകരിക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ ആക്രമണം തുടരുന്നൊരു സാഹചര്യം തന്നെയാണ് അവിടെ ഉള്ളത്. നിലവിലെ ഈ റിപ്പോർട്ടുകളെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ നിലവിലെ ആക്രമണത്തിൻ്റെ ഒരു രീതി, 11 ദിവസം തുടർച്ചയായി ആക്രമണം നടത്തുന്നു, ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ അധികം വൈകില്ലെന്ന് ട്രംപ് വളരെ കൃത്യമായി തന്നെ പറയുന്നു. മറ്റ് അന്താരാഷ്ട്ര സാഹചര്യങ്ങളെല്ലാം തന്നെ ഒത്തുവന്നിരിക്കുന്നൊരു പശ്ചാത്തലം ഉണ്ടായിരിക്കുന്നു. ഒരു പക്ഷേ അതിശക്തമായ ഒരു ആക്രമണത്തിലേക്ക്, നേരത്തെ നമുക്കറിയാം ഫെബ്രുവരി 28-നൊക്കെ ഉണ്ടായിരിക്കുന്ന രീതിയിലുള്ള അതിശക്തമായ ഒരു ആക്രമണത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്ന കൃത്യമായൊരു സൂചന തന്നെയാണ് ട്രംപ് നൽകുന്നത്. അത്തരം നിരീക്ഷണം തന്നെയാണ് ഉണ്ടാകുന്നത്. അതിന് അനുകൂലമായ പല ഘടകങ്ങളും, അതായത് സൈനിക വിന്യാസം ശക്തമാക്കുക, അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇന്നലെ മറ്റൊരു നിർണായക വെളിപ്പെടുത്തൽ കൂടി പെൻറ്റഗണിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്, 100ഓളം US സൈനികർക്ക് ആ മേഖലയിൽ, പശ്ചിമേഷ്യൻ മേഖലയിൽ പരിക്കേറ്റിട്ടുണ്ട് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിൽ. അവരൊക്കെ തിരിച്ച് ജോലിയിൽ കയറിയിട്ടുണ്ട് എങ്കിൽ കൂടി അത്തരത്തിൽ ഓരോ സൈനികനെയും ആക്രമിച്ചതിന് കൃത്യമായി അതിൻ്റെ 10 മടങ്ങായി പകരം ചോദിക്കുമെന്നാണ് ട്രംപ് അറിയിക്കുകയും ചെയ്തത്. ഈ പല ഘടകങ്ങൾ, തുടർച്ചയായ ആക്രമണം, ട്രംപിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന മുന്നറിയിപ്പ്, ഇന്ന് ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് വൈകാതെ എന്നറിയുന്നത്, എല്ലാം തന്നെ ചേർത്ത് വായിക്കുമ്പോൾ ഒരു അതിശക്തമായ ആക്രമണത്തിലേക്കാണോ നീങ്ങുന്നത് എന്ന ഒരു കൃത്യമായ സൂചന തന്നെയാണ് നിലനിൽക്കുന്നത്. ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാൻ്റെ നിലപാടുകളെ എതിർത്ത് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം, അതായത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ ആക്രമിക്കുന്നതിനെ എതിർക്കുന്നൊരു സാഹചര്യം കൂടി വന്ന ഒരു പശ്ചാത്തലത്തിൽ ഒരു വലിയ നീക്കത്തിലേക്ക്, സൈനിക നീക്കത്തിലേക്കാണോ അമേരിക്ക പോകുന്നത് എന്ന സൂചനകളാണ് ഇതുവരെ നമുക്ക് ലഭ്യമാകുന്നത്.